ഗോവയിൽ വരുന്നവർ മെയിനായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ തിവിമ്മിൽ ടിക്കറ്റ് എടുക്കണം. തിവിമ്മിൽ ഇറങ്ങിയാൽ നിങ്ങൾക്ക് ഇത് വേറെ ഏതോ സ്ഥലങ്ങളിരിക്കും. ഇതിൻ്റെ പേര് ഹാപ്പി ഡ്രം എന്ന് പറയുന്നത്. ഇത് 2700 ആണ് ഇതിൻ്റെ റേറ്റ്. ഹായ് ഗൈസ്, ഗോവയുടെ സെക്കൻഡ് ഡേയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞങ്ങളുള്ളത് ചപ്പോറ ഫോർട്ടിലാണ്, അതായത് നമ്മുടെ ദിൽ ചാത്താ ഹേ മൂവി ലൊക്കേഷനിലാണ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾ താഴെ വണ്ടി വയ്ക്കുന്നതിന് 20 രൂപ പാർക്കിംഗ് ചാർജ് ഉണ്ട്. അത് വച്ചിട്ട് ഞങ്ങളിപ്പോൾ മേലോട്ട് നടന്നു. കുറച്ച് നടന്നതേ ഉള്ളൂ, അത്യാവശ്യം നടക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ വരുന്നവർ ഒരു കുപ്പി വെള്ളം മേടിക്കുക, കരുതിക്കോണം. മേളിൽ കടകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ഗൈസ്. ഇതാണ് എൻട്രി. ഇതുവഴി ഇങ്ങനെ കയറി അങ്ങോട്ട് പോകണം. കുറച്ചുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നടന്നു തുടങ്ങാം. അങ്ങനെ നമ്മൾ ഫോർട്ടിലോട്ട് കയറി തുടങ്ങി. സ്റ്റെപ്പാണ്. പഴയ ചെങ്കല്ലല്ലേടാ ഇത്? ചെങ്കല്ലല്ലേ? ചെങ്കല്ല് കൊണ്ട് പണിത ഫോട്ടോ ആയത്. അങ്ങനെ നമ്മൾ ഫോർട്ടിൻ്റെ ഉള്ളിലോട്ട് എത്തി. നല്ല വെയിലുണ്ട് കേട്ടോ. ഗോവയുടെ ക്ലൈമറ്റും ഭയങ്കര അൺപ്രഡിക്റ്റും. രാവിലെ മഴയും, ഒരു 10 മണിക്ക് ശേഷം കടുത്ത വെയിലും. ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുക. കുറച്ച് വെയിലിൻ്റെ ഒരു കാഠിന്യം ഉണ്ടെങ്കിലും നല്ല കാറ്റ് വരുന്നുള്ളതുകൊണ്ട് അതൊന്നും അറിയുന്നില്ല. നമ്മളിപ്പോൾ ആ ഒരു സൈഡിൽ നിന്ന് ഇപ്പോൾ എൻട്രി ചെയ്തിട്ടുള്ളത്. ഇതോ അത് കായലാണ്. കായൽ ഇവിടെ വന്നാൽ നിൽക്കുന്നത് പൊഴിയെന്നെന്തോ പറയും. കണ്ടോ, 2 തരം കളറിലുള്ള വെള്ളം കണ്ടു. ഇത് ഇവിടെ നിന്നാണ് മിക്സ് ആവുന്നത്. അതുകൊണ്ട് അങ്ങോട്ടൊക്കെ ആൾക്കാർ പോകുന്നുണ്ട്. നമുക്ക് പോയാലോ? നടന്നു പോകുന്നുണ്ട്. ഇത് വഴി എവിടെയാണെന്ന് അറിയുന്നില്ല. അവിടെ പോയി നല്ല ഫോട്ടോസ് കിട്ടും. അത് നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് അതിലോട്ടെത്തി. കുറച്ച് നടന്നു. അപ്പോൾ ഗോവയിൽ വരുന്നവർ മെയിനായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ തിവിമ്മിൽ ടിക്കറ്റ് എടുക്കണം. തിവിമ്മിൽ ഇറങ്ങിയാൽ നിങ്ങൾക്ക് ഈ നമ്മുടെ ബഗേറ്റോ ബീച്ച്, പിന്നെ ഉള്ള ഈ ചപ്പോറ ഫോർട്ട്, അഗോണ്ട ഫോർട്ട്, ഇങ്ങനെ ഒരു മേജർ സെറ്റ്സ് ഓഫ് പ്ലേസസ് കിടക്കുന്ന ഈ ഒരു നോർത്ത് സൈഡിലാണ്. അപ്പോൾ നിങ്ങൾ തിവിമ്മിൽ ഇറങ്ങിയാൽ നിങ്ങൾക്ക് ഒരു 1-2 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ സ്ഥലമെല്ലാം ഫുള്ള് നല്ല അടിപൊളിയായിട്ട് കണ്ടുവരാം. ദെൻ ലാസ്റ്റ് ഡേ നിങ്ങൾ റിട്ടേൺ എടുക്കേണ്ടത് മഡ്ഗോവയിൽ നിന്ന് എടുത്താൽ അവിടെയുള്ള പാലോല, കോൾവ ബീച്ചസ് കണ്ട് നമുക്ക് തിരിച്ച് ട്രെയിനിൽ കയറി നാട്ടിലേക്ക് പോകാം. അപ്പോൾ വരുമ്പോൾ നോർത്ത് തിവിം സ്റ്റേഷനിൽ ടിക്കറ്റ് എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ഥലങ്ങൾ മൊത്തം ഫോർട്ടും കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ ഇവിടെ. കാരണം ബാഗെ ഫുൾ കണ്ട് റിട്ടേൺ മഡ്ഗോവയിലാക്കാൻ നോക്കുക. നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ സമയം കുറേയൊക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തില്ല. മാക്സിമം ഉള്ള സമയം കൊണ്ട് നമുക്ക് ഗോവ ഫുള്ള് കംപ്ലീറ്റ് കവർ ചെയ്യും. ഈ ഒരു സ്ഥലമാണ് നമ്മുടെ ദിൽ ചാത്താ ഹേയിൽ അമീർ ഖാൻ ചാരിയിരുന്ന ആ ഒരു സ്ഥലം. കുറേയൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ട്, പക്ഷേ സാധനം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് കയറിയപ്പോൾ ചെറിയൊരു നടപ്പുണ്ട്. എന്താണെന്നോ ഈ പട്ടാളക്കാരന്മാരൊക്കെ ആരെങ്കിലും ആക്രമിക്കാൻ വരുന്നുണ്ടോ എന്ന് നോക്കാനുള്ളൊരു ആണെന്ന് തോന്നുന്നു. അതായിരിക്കണം. ഇവിടെ നിന്നാൽ കടൽ കാണാം. വെളിയിൽ നിന്ന് ഇത്രയും ചൂടിൽ കയറി വന്നാലും ഇതിനകത്ത് കയറുമ്പോൾ നല്ല രീതിയിലുള്ള തണുപ്പ് നമുക്ക് അനുഭവപ്പെടും. സോ ഇതാണ് മെയിൻ ഫോട്ടോ പോയിന്റ്. ഇഷ്ടംപോലെ ആൾക്കാർ. അങ്ങനെ ഫുൾ കണ്ട് ഇങ്ങനെ നടക്കുക.
നല്ല ചൂടുണ്ട് കേട്ടോ, പക്ഷേ കാറ്റുള്ളതുകൊണ്ട് അറിയുന്നില്ല. എടാ എങ്ങനെയുണ്ട്? കൊള്ളാം. പിന്നെ ഇവിടെ കയറുന്നതിന് എൻട്രി ഫീസ് ഒന്നുമില്ല. ഫീസില്ല, ഒരു 20 രൂപ ബൈക്കിൻ്റെ പാർക്കിംഗ് ഫീസ് മാത്രമേ ഉള്ളൂ. നമ്മൾ നടന്ന് പിന്നെ വരുമ്പോൾ നിങ്ങളൊരു അര ടാങ്കിന് മേലെങ്കിൽ നിങ്ങളെ വണ്ടിയിൽ പെട്രോൾ ഇട്ടേക്കണം. അത് വേറെ ഒന്നുകൊണ്ടല്ല, ഇങ്ങോട്ടൊന്നും പമ്പ് കുറവാണ്. നമ്മുടെ മെയിൻ സ്ഥലത്ത് നിന്ന് അപ്പോൾ നമ്മുടെ കലങ്കോട്ട് അവിടെ നിന്നൊക്കെ പിന്നെ ഉള്ളൂ പമ്പ്. ഇങ്ങോട്ട് കയറിയാൽ പമ്പില്ല, പിന്നെ ബ്ലാക്കിന് മേടിക്കേണ്ടി വരും. അപ്പോൾ ഒരു ഹാഫ് ടാങ്കെങ്കിലും കലാങ്കോണ്ടില്ല, പഞ്ചിമിൻ്റെ അങ്ങോട്ടൊക്കെ ഉള്ളൂ. അപ്പോൾ മാക്സിമം ഫ്യൂവൽ കൊണ്ടേ വരാവും. ഫ്യൂവൽ കിട്ടും, നമുക്ക് പോകാൻ പറ്റാതൊന്നും ഇരിക്കത്തൊന്നുമില്ല. ബ്ലാക്കിന് മേടിക്കേണ്ടി വരും. നമ്മളെ നാട്ടിലെ വിലയൊക്കെ വെച്ച് നോക്കുമ്പോൾ ബ്ലാക്കിൽ വാങ്ങിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇവിടുത്തെ പെട്രോൾ റേറ്റ് എത്രയായിരുന്നടാ? 93യോ? ഇഷ്ടം പോലെ ഫോട്ടോ. ഇവിടെ വന്ന ഫോട്ടോയ്ക്ക് യാതൊരു രീതിയിലുള്ള ഒരു കുറവുണ്ടാകത്തില്ല. ഇഷ്ടം പോലെ ഫോട്ടോ, നമ്മുടെ ഗാലറി നിറയത്തക്ക രീതിയിലുള്ള ഫോട്ടോ എടുക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. ഓരോ സ്ഥലത്തും അതിൻ്റേതായൊരു ഭംഗി ഉണ്ട്. സ്ഥലം കാണിച്ചിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ വ്യൂ. വാഗേറ്റർ ബീച്ച് എന്തോ ആണ് ആ ഭാഗത്തൊക്കെ വരുന്നത്. ഇതുവഴി ഇവിടെ ഇറങ്ങാനും പറ്റും. അവിടെ ഏതോ ഒരു സ്ഥലത്തിൻ്റെ പേരൊന്നറിയത്തില്ല. എൻ്റെ ഫോർട്ട് ആ ഒരു ഭാഗത്തൊക്കെ ഇന്ന് കാണാൻ നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ ഷിപ്പിലൊക്കെ വരികയാണെങ്കിൽ ഈ ഒരു സ്പോട്ട് കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഈ ഒരു പച്ചപ്പും ഒക്കെ നമുക്ക് ആ ദൂരെ നിന്ന് കാണാൻ, ഈ ഫോട്ടോ ഒക്കെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. നമുക്ക് കടലിലോട്ട് ഇറങ്ങാനുള്ള വഴി ഇല്ലാന്ന് തോന്നുന്നു. താഴോട്ട് പോയി കഴിഞ്ഞാൽ താഴെക്കൂടെ പറ്റില്ല. അത് ഇവിടെ നിന്ന് ഇറങ്ങാനുള്ള വഴി. ഇവിടെ കുറേ ആൾക്കാർ അവിടെയൊക്കെ ഇഷ്ടംപോലെ ഫോട്ടോ എടുക്കാൻ തുടങ്ങി. പിന്നെ ഓവർ ക്രൗഡോ അങ്ങനെയൊന്നുമില്ല. ഓഫ് സീസൺ ആയതുകൊണ്ട് എന്നാൽ ലിമിറ്റഡ് ആണ്. അത്യാവശ്യം ആളില്ലാന്ന് പറയാൻ പറ്റില്ല. അത്യാവശ്യം ബീച്ചും എല്ലാ സ്ഥലങ്ങളും ആക്ടിവിറ്റീസൊക്കെ ഓടാണ്. വേറെ ബുദ്ധിമുട്ടൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതോ അത് കായലാണ്. കായല് ഇവിടെ വന്നാൽ വിളിക്കുന്നത് കുഴിയെന്നെന്തോ പറയും. കണ്ടോ, 2 തരം കളറിലുള്ള വെള്ളമുണ്ട്. ഇത് ഇവിടെ നിന്നാണ് മിക്സ് ആവുന്നത്. അതുകൊണ്ട് അങ്ങോട്ടൊക്കെ ആൾക്കാർ പോകുന്നുണ്ട്. നമുക്ക് പോയാലോ? ആൾക്കാർ നടന്നു പോകുന്നുണ്ട്. ഇത് വഴി എവിടെയാണെന്ന് അറിയത്തില്ല. അവിടെ പോയി നല്ല ഫോട്ടോസ് കിട്ടും. അങ്ങോട്ട് പോകാൻ പറ്റുമോ നോക്കാം. അങ്ങോട്ട് പോയിട്ട് വരാം. സോ നമ്മൾ ആ നേരത്തെ കാണിച്ച ആ സ്ഥലത്തോട്ട് പോകാൻ വേണ്ടി ചെറുതായിട്ടൊരു കാട് റോഡിലോട്ടൊന്ന് കയറി അങ്ങോട്ട് എത്തുമായിരിക്കും. ആ ഒരു ഭാഗത്താണ് സ്പോട്ട് വരുന്നത്. സോ നമ്മളൊരു കാട്ടിൻ്റെ അകത്തോടെ ഒരു വഴി കണ്ട് കയറി അവിടെ എത്തുമെന്ന് തോന്നുന്നു. നല്ല തണുത്ത വഴികൾ. ആ ചൂടത്തുനിന്ന് ഇങ്ങോട്ട് മാറിയപ്പോഴത്തേക്കും നല്ല രീതിയിലൊരു തണുപ്പ് കിട്ടുന്നുണ്ട്. എത്തോ എന്നൊന്നും അറിയത്തില്ല. നടന്ന് നോക്കുകയാണ്. അമ്മേ, അവിടെ നോക്കി വായേ ചെറുക്ക്. സംഭവം നടന്ന് ഫൈനലി നമ്മൾ ആ ഒരു സ്ഥലം എന്ന് വിചാരിക്കുന്നതാണെന്ന് തോന്നുന്നു. ഫൈനലി നമ്മൾ ആ സ്ഥലത്തെത്തിയെന്ന് വിചാരിക്കുന്നു. അത് തന്നെ കുറച്ച് കഠിനമായ വഴികൾ കൂടെ ആയാലും സഞ്ചരിച്ച് നമ്മൾ ഫൈനലി നേരത്തെ പറഞ്ഞ ആ സ്പോട്ടിലേക്ക് എത്തി. അവിടുത്തെ ആ തിരക്കിന്നും ഒക്കെ മാറി നല്ലൊരു പച്ചപ്പുള്ളൊരു സ്ഥലം കണ്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ
അങ്ങോട്ടേക്ക് പോകണം. ഞങ്ങളുടെ പിറകെ കുറച്ച് ആൾക്കാർ വന്നു. അവർ നടന്നു പോകുന്നു. അവിടെ നിങ്ങൾ ഉറപ്പായിട്ട് ഈ സ്ഥലത്ത് വരണം കേട്ടോ. ഞങ്ങളതോ ഇതായിട്ട് ഈ പച്ചപ്പൊക്കെ നോക്കി എൻ്റെ പൊന്നും. ആ ഫോട്ടൊക്കെ തോ ആ ഒരു സൈഡിലാണ്. ഇത് വേറെ ഏതോ സ്ഥലത്തിലിരിക്കും. ഒരു പ്രത്യേക സ്ഥലം തന്നെ കേട്ടോ. ഗായ്സ്, നിങ്ങൾ ചപ്പോറ ഫോർട്ടിൽ വരികയാണെങ്കിൽ ഉറപ്പായിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ ഉള്ള വഴി കൂടെ കയറി ഈ ഒരു സ്ഥലത്ത് വരണം. നിങ്ങൾക്ക് നല്ല നല്ല കിടിലൻ ഫോട്ടോസ് എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. ആ ബാക്ക്ഗ്രൗണ്ടിൽ കടലും അതിൻ്റെ ബാക്കിൽ ഫോർട്ടും അതിൻ്റെ സൈഡിൽ ഈ ഒരു സ്ഥലം. ഓക്കെ, കിടിലം കിടിലം സ്ഥലം. രക്ഷയില്ല. ഗോവയാണോ ഞാനില്ല, അവ അവിടെ കിടപ്പായി. എൻ്റെ പൂർണ്ണ കിടിലം വ്യൂ. ഇതാണ് ഇവിടുത്തെ വ്യൂ. എന്താ ഭംഗിയല്ലേ. അത് എനിക്ക് തോന്നുന്നത് വഗേറ്റർ ബീച്ചാണ്. ഒരു ബീച്ച് വ്യൂ, ഒരു ബീച്ച് വൈബൊക്കെ കിട്ടുന്നുണ്ട് ഇവിടെ നോക്കുമ്പോൾ. ഒന്ന് വഗേറ്ററാണ്. എന്തായാലും ഇങ്ങോട്ട് വന്ന ഒരു കിടിലം എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾ ചപ്പോറ ഫോർട്ടിൽ വരുന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലേസ് കൂടെ വന്ന് കാണാൻ ശ്രമിക്കുക. അതേ ഒന്ന് താഴോട്ട് പോകണോ? കയറിയാലോ? ഇനിയൊന്നുമില്ല, ഇനി കടലാണ്, അങ്ങോട്ട് പോകണ്ട. അത് ഡേഞ്ചറാണ്. ഇത് കാണുമ്പോൾ നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള അഴിമലയുടെ ഇത്ര പച്ചപ്പില്ലെങ്കിലും ആ പാറക്കെട്ട് കുറച്ച് പ്രശ്നമാണ്. അഴിമല അപ്പോൾ നമ്മൾ ചപ്പോറ ഫോർട്ടിൽ നിന്ന് പതുക്കെ ഇറങ്ങുകയാണ്. ഇനി അടുത്തത് ഇവിടെ നിന്ന് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ളത് വഗേറ്റർ ബീച്ചാണ്. അപ്പോൾ ഉച്ചയാണ്, ഒരു 1:30 ആവുന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ആ ബീച്ച് കൂടെ ഒന്ന് പോയി കണ്ടിട്ട് എന്തായാലും പോയി ഫുഡ് കഴിക്കണം. വൈകിട്ട് ഇനി അറപ്പോറ ലൈനുണ്ട്. അതൊരു സ്ട്രെയിറ്റ് ലൈൻ റോഡും സൈഡിൽ തെങ്ങൊക്കെ ഉള്ളൊരു സ്ഥലം. ഇത് ലവ് സിന്ദഗി എന്നൊക്കെ പറയുന്നൊരു മൂവിയുടെ ലൊക്കേഷൻ എന്തോ ആണെന്ന് കേട്ടത്. അപ്പോൾ അങ്ങോട്ടും പോകണം. കിതയ്ക്കുന്നുണ്ട് നടന്ന്. എനിക്ക് തോന്നുന്നു പാച്ചു അത്ഭുത വിളക്കും സിനിമയിലൊക്കെ ആ ഒരു സ്ഥലം കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അതേപോലെ തോന്നുന്നു ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. സോ ചപ്പോറ ഫോർട്ടിൽ നിന്ന് ഞങ്ങളിതാ ഇറങ്ങുന്ന വഴിക്ക് 2 ജ്യൂസ് കൂടെ മേടിക്കാൻ വിചാരിച്ചു. നല്ല ദാഹം. രീതിയിലുള്ള വെയിലും ഉണ്ട്. തളർന്ന് 54 ഫ്ലേവർ 50 ആയിരുന്നു. അത് നോർമലിൻ്റെ നാരങ്ങ വെള്ളത്തിനൊക്കെ ലൈം ജ്യൂസൊക്കെ 30. സോ നമ്മൾ ഇപ്പോൾ ചപ്പോറ ഫോർട്ടിൽ നിന്ന് വഗേറ്റർ ബീച്ചിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ചപ്പോറ ഫോർട്ടിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 300 മീറ്റേഴ്സിനകത്തേ ഉള്ളൂ വഗേറ്റർ ബീച്ച്. നമുക്കിവിടെ എവിടെയെങ്കിലും വണ്ടി കഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബീച്ച് പോയി കണ്ടിട്ട് നേരെ ആരംബോൾ ബീച്ചിലേക്ക്. സോ ഇതാണ് വഗേറ്റർ ബീച്ചിലേക്കുള്ള എൻട്രൻസ്. ഒരുപാട് ഹാൻഡ് മെയ്ഡ് സാധനങ്ങളൊക്കെ ഉണ്ട്. ഹാൻഡ് മെയ്ഡും കുറച്ച് ഫാൻസി ഐറ്റംസ് ഒക്കെ.
അവിടുത്തെ സോനിയേഴ്സ് ആണെന്ന് തോന്നുന്നു. പക്ഷെ കണ്ടില്ലേ ഭംഗിയുള്ളത്. തൊപ്പി, കണ്ണാടി, ശംഖ്, കുറേ സാധനങ്ങളുണ്ട് ഇവിടെ. കടലിനടിയിലുള്ള സ്റ്റോൺസ് ആണെന്ന് തോന്നുന്നു. ചെറിയ ചെറിയ ഹോട്ടൽസൊക്കെ ഉണ്ട്. അതായത് ഈ മാഗി, ചായ ഒന്നും അങ്ങനെ കാണാൻ പറ്റത്തില്ല. ചായ അങ്ങനെയുള്ള സാധനമൊന്നുമില്ല. ചാരായം കിട്ടും. ഇതേ ആ സ്ഥലം കണ്ടോ? നമ്മളിതേ അവിടെയാണ് നേരത്തെ പോയത്. അപ്പോൾ ഇതോ ആ സ്ഥലം കണ്ടേ. അപ്പോൾ ഫോർട്ടൊക്കെ ഇതോ ആ ഒരു ഭാഗത്തായിട്ട് ഇതോ കണ്ടില്ലേ, ഫോർട്ട് ഏരിയ അല്ലേ. ഇതാ നമ്മുടെ ഫോർട്ട്. നമ്മൾ നേരത്തെ പോയ ഫോർട്ട്. അത് കഴിഞ്ഞാൽ ആ സ്ഥലം ഇതേ കടന്നു. ഇവിടെ അധികം തിരക്കൊന്നുമില്ല കേട്ടോ, വലിയ റഷോ അങ്ങനെയൊന്നുമില്ല. ഇവിടുത്തെ മെയിൻ സ്പോട്ടുകൾ എന്ന് പറയുന്ന ബാഗ, അഞ്ചുണ, ആ ഒരു സ്ഥലങ്ങളൊക്കെയാണ്. ഈ ബീച്ചൊക്കെ സൈലൻറ്റ്. ഇവിടെ വേറെ ആക്ടിവിറ്റീസ് അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് നമുക്ക് വന്ന് ഇരിക്കാനൊക്കെ ഉള്ള സ്ഥലമുണ്ട്. കുറച്ച് ഒരു 10-15 ആൾക്കാരൊക്കെ ഇവിടെ ഉള്ളൂ. പക്ഷെ മെയിൻ കിടിലം ബീച്ചസൊക്കെ വരുന്ന ബാഗ സൈഡ്. ബാഗ കിടിലം ബീച്ചാണ്. നമ്മളെ ഫോർട്ടിൻ്റെ മണ്ടേന്ന് കണ്ട ഭാഗമൊക്കെ ഇതൊക്കെ കണ്ടില്ലേ, ഈ ഒരു ഭാഗം. അവിടെ കുറച്ച് ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ആ ഒരു പൊഴിയുടെ ഭാഗമൊക്കെ തൂകണ്ടേ, അവിടെ പൊഴിയൊക്കെ വരുന്ന അവിടെ. സോ ഇതാണ് വഗേറ്റർ ബീച്ച്. അങ്ങനെ പ്രത്യേകിച്ച് ആക്ടിവിറ്റീസ് ഒന്നുമില്ല. ഇതാണ് വഗേറ്റർ ബീച്ച്. വേറെ ആക്ടിവിറ്റീസൊക്കെ ഒന്നുമില്ല. ഒരു ശാന്തമായ ഒരു സ്ഥലം. ഒരു 10-15 ആൾക്കാരൊക്കെ ഇവിടെ ഉള്ളൂ. ഇപ്പോൾ ഉച്ച ആയതുകൊണ്ടാണോ എന്നറിയത്തില്ല. നമ്മൾ വഗേറ്ററിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങി നേരെ ആരമ്പോൾ ബീച്ചിലോട്ടാണ് പോകുന്നത്. ഓൾമോസ്റ്റ് ഇവിടെ നിന്ന് ഒരു 9 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് എന്തെങ്കിലും കഴിക്കണം. പോകുന്ന വഴിക്ക് ഫുഡ് എന്തെങ്കിലും കഴിക്കണം. കാരണം ഒരു 2:30 മണിയായി. അപ്പോൾ ചെറിയ വിശപ്പുണ്ട്. അപ്പോൾ ഏതെങ്കിലും നല്ലൊരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ബാഗയിലൊന്ന് വൈകിട്ട് ഒന്ന് കുളിക്കണം. അതാണ് മെയിൻ. അപ്പോൾ ആരമ്പോൾ ബീച്ചിൽ പോയിട്ട് കാണാം. അങ്ങനെ പകുതി വെച്ച് നമുക്ക് വഴിയിലെത്തി. ഞങ്ങളൊരു ലവ് സിന്ദഗി മൂവി ലൊക്കേഷൻ നോക്കി വന്നതാണ്. ഒരു കോക്കനട്ട് ട്രീ റോഡ് ഉണ്ടല്ലോ ഇവിടെ, അത് നോക്കി വന്നതാണ്. പക്ഷേ ഗൂഗിൾ മാപ്പ് ഞങ്ങളെ ഒരു കോക്കനട്ട് ട്രീ റോഡിൽ തന്നെ കൊണ്ട് എത്തിച്ചു. പക്ഷേ ഞങ്ങൾ ഉദ്ദേശിച്ച റോഡല്ലേ. പക്ഷേ വേറെ ആരുമില്ല. നല്ല ക്ലീൻ, ഒരു എന്താ പറയുക, വലിയ തിരക്കൊന്നും ഇല്ലാത്ത. പക്ഷേ മറ്റു സ്ഥലം ഞങ്ങൾ മാപ്പിലും ഫോട്ടോയിലൊക്കെ നോക്കിയപ്പോഴത്തേക്കും ഒരുപാട് ആൾക്കാരും ഒക്കെ ആയിട്ട് ഉള്ള കൊച്ചു റോഡായിരുന്നു. പക്ഷേ ഇത് അത്യാവശ്യം വലിയ റോഡ്. പക്ഷേ ആൾക്കാരൊന്നുമില്ല. എന്നാൽ 2 സൈഡും കോക്കനട്ടും ഉണ്ട്. നമ്മളെ ഗൂഗിൾ മാപ്പ് ചലിച്ചിട്ടില്ല. എന്നാലും ഉദ്ദേശിച്ച സ്ഥലം കിട്ടിയില്ലെങ്കിലും അതേപോലൊരു സ്ഥലം കൊണ്ട് അവർ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സ്ഥലം കൂടി ഇനി കണ്ടുപിടിക്കണം. അതെന്തോ ഒരു എറർ കാണിക്കുന്നുണ്ട് മാപ്പിൽ, അത് കൃത്യമായിട്ട് വരുന്നില്ല. സോ അപ്പോൾ ഞങ്ങളന്ന് ബാഗിലൊന്ന് കുളിക്കാൻ ഇറങ്ങി. അപ്പോൾ ഇവിടെ ഇറങ്ങുന്നത് ഇത് ഹവ അവിടെ ഉണ്ട്. സോ ഒരു കിടൽ എക്സ്പീരിയൻസ്. അപ്പോൾ നിങ്ങൾ ഫാമിലി ആയിട്ടൊക്കെ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും ബാഗിൽ ഒരു ഈവനിങ് ടൈമിൽ വന്ന പിള്ളേരോടെയും ഫാമിലിയോടൊക്കെ അടിച്ച് പൊളിക്കാൻ പറ്റിയൊരു കിട്ടുന്ന സ്ഥലമാണ് ഇത്. അപ്പോൾ മാക്സിമം എല്ലാവരും ഇവിടെ വരാൻ നോക്കുക. ഒരു കിട്ടുന്ന സ്ഥലമാണ്. വൈകിട്ട് ഒരു 3 മണിക്ക് നിങ്ങൾ ഇവിടെ വന്നാൽ നിങ്ങൾക്കൊരു കിട്ടുന്ന എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇവിടെ നിന്ന്. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേണം ഗോവയുടെ മെയിൻ മാർക്കറ്റും സ്ട്രീറ്റും ഒക്കെ ഒന്ന് നോക്കാൻ. രാത്രി എങ്ങനെ ഉണ്ട്, രാത്രിത്തെ കുറേ ഫുഡൊക്കെ ട്രൈ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ കുറേ ചെറിയ ചെറിയ ഫുഡ് സ്പോട്ടുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടി ഇന്നൊന്ന് ഇറങ്ങണം. അപ്പോൾ ഇവിടെ നിന്ന് എന്തായാലും ഒരു 6-7 മണി വരെ ഫുൾ ബീച്ചിലായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ അഞ്ചുണ ബീച്ചിലോട്ട് വന്നു.
പക്ഷെ ബീച്ച് നമ്മൾ വിചാരിച്ചില്ല ബാഗ ബീച്ച് പോലെ നൈറ്റ് ആക്ടിവിറ്റീസ് ഉള്ള ഒരു സ്ഥലമൊന്നുമല്ല. പക്ഷെ രാവിലെ വന്നിരുന്നെങ്കിൽ ഈ ഒരു ഭാഗങ്ങളിലൊക്കെ നിൽക്കാൻ അടിപൊളിയായിരുന്നു. ഓൾമോസ്റ്റ് ഞാൻ നിൽക്കുന്ന ഈ ഒരു ബിൽഡിങ്ങിൽ വന്ന് ഈ തിരമാല വന്ന് എത്തുന്നുണ്ട്. അപ്പോൾ രാവിലെ വന്നിരുന്നെങ്കിൽ കിടലമായിട്ട് ഈ ബീച്ച് കാണാമായിരുന്നു. പക്ഷേ ബാഗ പോലെ വലിയ ആക്ടിവിറ്റീസ് ഒന്നുമില്ല. ഇവിടുത്തെ ഫ്ലീ മാർക്കറ്റ് വെനസ്ഡേ മാത്രമേ ഉള്ളൂ. നമ്മളൊന്ന് വന്നിരിക്കുന്ന വെള്ളിയാഴ്ച ഫ്ലീ മാർക്കറ്റ് ഇല്ല. പക്ഷേ ഇവിടെ വേറെ ഒരു കിടലം ഷോപ്പിംഗ് ചെയ്യാൻ പറ്റിയ ഒരു കിടലം സ്ഥലമുണ്ട് അഞ്ചുണയിൽ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ചെറിയൊരു ഷോപ്പിംഗ് നടത്തി പതുക്കെ റൂമിലോട്ട് പോകാമെന്ന്. ഫുഡൊക്കെ കഴിച്ചായിരുന്നു. സോ അപ്പോൾ അഞ്ചുണയിലുള്ള ഒരു മാർക്കറ്റിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഫ്ലീ മാർക്കറ്റ് വെനസ്ഡേ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ചെറിയൊരു പർച്ചേസിന് വേണ്ടി ഇറങ്ങിയതാണ്. കുറേ കടലിനടിയിലുള്ള കോറൽസും ഒരു സെക്ഷനായിരുന്നു. ഇതിൻ്റെ പേര് ഹാപ്പി ഡ്രം എന്ന് പറയുന്നത്. ഇത് 2700 ആണ് ഇതിൻ്റെ റേറ്റ്. അതെ 2700 ആണ് റേറ്റ് വരുന്നത്. ഇതുണ്ടല്ലേ ഹീലിംഗ് ക്രിസ്റ്റൽസ് ഫോർ ബിഗിനേഴ്സ്. ഈ പറഞ്ഞ സ്റ്റോൺസിൻ്റെയൊക്കെ കുറച്ച് ക്യാരക്ടേഴ്സാണ് പറയുന്നത്. അവിടെ ഈ സ്റ്റോണൊക്കെ മേടിച്ച് അത് മോതിരമായിട്ടൊക്കെ അവർ ചെയ്ത് കൊടുക്കും, ലോക്കറ്റായിട്ടും മോതിരമായിട്ടൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വഭാവത്തിനൊക്കെ ഉള്ള ഏതാണോ നിങ്ങൾക്ക് സ്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ മേടിച്ചിടാം. അതാണ് ഇതിൽ പറയുന്നത്. ഇതാണ് റിങ്സ്. നിങ്ങൾക്ക് ഏതാണോ ചൂസ് ചെയ്തിടാം. ബോട്ടിലകത്ത് ചെയ്തേക്കുന്നത് കിട്ടുന്ന സാധനം. ഒരു കിടലൻ സോഡ ഓപ്പണറുണ്ട്. ബിയറിന് നമ്മുടെ ബിയറിൻ്റെ ഒരു സോഡ നമുക്ക് ഫ്രിഡ്ജിലൊക്കെ പൊട്ടിച്ചേക്കാൻ വേണ്ടി നല്ല സാധനമുണ്ട്. കൊള്ളാം, ഇത് കൊള്ളാം കേട്ടോ. ഇതും ഫ്രിഡ്ജ് മാഗ്നറ്റ്, അതിന് ഭംഗിയുള്ള സാധനം. ഇതൊക്കെ നമുക്ക് അഞ്ചുണയിലുള്ള ഒരു പെറ്റൂർ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ്. ഇവിടെ വന്നപ്പോഴത്തേക്കും നല്ല മ്യൂസിക്സ് കേട്ടു. അങ്ങനെ വന്ന് കയറിയതാണ്. അപ്പോൾ നോക്കിയപ്പോഴത്തേക്കും അവിടെ ഒരു പെർഫോമൻസ് നടക്കുക.
അതിനൊരു മിക്സ് ആണെന്ന് തോന്നുന്നു. എന്താണെന്ന് എനിക്ക് ഇതിൻ്റെ കൃത്യം പേരൊന്നും അറിയത്തില്ല. പക്ഷേ നല്ല കേട്ടോണ്ടിരിക്കാൻ നമുക്ക് നല്ല രസമായിരുന്നു. ഫ്ലീ മാർക്കറ്റിലും ഏതാണ്ട് ഈ ഒരു ഐറ്റംസ് ഒക്കെ തന്നെ ഉള്ള, വ്യത്യാസമൊന്നുമില്ല. എല്ലാ കടയിലും സെയിം സാധനങ്ങളാണ്. ഷർട്ടും പിന്നെ കുറേ കോറൽസ്, പിന്നെ നമ്മുടെ ഫ്രിഡ്ജിലൊക്കെ വയ്ക്കുന്ന മാഗ്നറ്റ്സ്, കുറേ സുവനീഴ്സ്, എല്ലാം സെയിം തന്നെ. പ്രത്യേകിച്ച് നമുക്ക് പറയാനായിട്ടുള്ള ഷോപ്പിംഗ് നോക്കട്ടെ. വേറെ ഏതെങ്കിലും ഒരു വ്യത്യസ്തമായ ഒരു കട കിട്ടണമെങ്കിൽ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു. ചെറുതായിട്ട് മഴയും പെയ്യുന്നുണ്ട്. ഇപ്പോൾ മഴ ഉറച്ചു. മഴ പെയ്തൽ പെടും. അപ്പോൾ നമ്മളിവിടെ നിന്ന് നേരെ ബാഗാ സൈഡിലോട്ട് തന്നെ പോയി നോക്കാം. ഇനി വീട്ടിലത്തേക്ക് കുറച്ച് സ്വീറ്റ്സും കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അപ്പോൾ വീട്ടിലത്തേക്ക് കുറച്ച് ക്യാഷും കുറച്ച് സ്വീറ്റ്സും എന്തെങ്കിലും മേടിക്കാമെന്ന് വിചാരിച്ചു. വീട്ടിലെന്തായാലും കുപ്പിയൊന്നും മേടിച്ചൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് എന്തെങ്കിലും ക്യാഷ്യൂസ്, സ്വീറ്റ്സ്, കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അനുസരിച്ച് ഇതൊക്കെയാണ് വരുന്നത്. തോടുള്ള തൊലിയൊക്കെ ഉള്ള ക്യാഷ്യൂസ് പലതരം വെറൈറ്റിയിലുണ്ട്. ഡാർക്ക് കളർ, എനിക്ക് തോന്നുന്നു പലതരം വെറൈറ്റിയുള്ള സാധനങ്ങൾ. ഞങ്ങളിത് ഇത്രയും സാധനങ്ങൾ എടുത്തു. ഡേ 2 ഓഫ് ഗോവ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇപ്പം തിരിച്ച് റൂമിലോട്ട് വയ്ക്കൊണ്ടിരിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ മെയിനായിട്ട് നമ്മൾ പോയത് ചപ്പോറ ഫോർട്ട്, വാഗേറ്റർ ബീച്ച്, പിന്നെ നമ്മുടെ അഞ്ചുണ ബീച്ച് കാണാൻ പറ്റിയില്ല. പിന്നെ ഫ്ലീ മാർക്കറ്റ് ബുധനാഴ്ച മാത്രമേ അത് ഓപ്പൺ ആയിട്ടുള്ളൂ. പക്ഷേ ഏതാണ്ട് അവിടെയുള്ള മാർക്കറ്റും ഫ്ലീ മാർക്കറ്റിലുള്ള സാധനങ്ങളൊക്കെ സെയിമാണ്. അപ്പോൾ ഞങ്ങൾ അതും കണ്ടു തിരിച്ച് റൂമിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മാക്സിമം എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ വീഡിയോസ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും നെഗറ്റീവ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി കമൻറ്റിൽ അറിയിക്കുക. എന്നാലേ ഞങ്ങൾക്കത് കണ്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഗുഡ് ബൈ ഗൈസ്.